എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈവറിൽ തുടക്കക്കാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറേ ആളുകൾ കുറേ മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോക്കൊക്കെ ഇപ്പോഴാണ് അവർ കമൻറ്റ് ചെയ്യുന്നത്. ഓരോ ടേമുകൾ ചോദിച്ചിട്ട് ഉദാഹരണത്തിന് ഗിഗ് എന്നാൽ എന്താണ്, അതുപോലെ സെല്ലർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റവന്യൂ എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുതുതായിട്ട് ഫൈവറിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ കുറച്ച് വീഡിയോകളായിട്ട് വരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൈവർ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന കുറച്ച് വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവറിൽ സെല്ലർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും അതുപോലെ ഓരോ സെല്ലർ ലെവലും സൂചിപ്പിക്കുന്നത് എന്താണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ലെവൽ 1 സെല്ലർ, അതുപോലെ ലെവൽ 2 സെല്ലർ, ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് പറയുന്ന ഒരുപാട് സെല്ലർ ലെവലുകൾ നമ്മൾ ഓരോ യൂസർ നെയിമിൻ്റെ താഴെയായിട്ട് കാണാറുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് കാണാം. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 2 സെല്ലർ എന്ന് കാണാം. അപ്പോൾ ഈ സെല്ലർ ലെവലുകൾ എന്നാൽ എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് നമുക്ക് ഈ ലെവൽ 1 നിന്ന് ലെവൽ 2ലേക്ക് മുതൽ ലെവൽ 2 നിന്ന് ലെവൽ 3ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് റേറ്റഡ് ലെവലിലേക്കൊക്കെ എങ്ങനെ പോകാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി ഫൈവറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു വീക്കിൽ വരാൻ പോകുന്ന വീഡിയോകളൊക്കെ തന്നെ പുതുതായിട്ട് ഫൈവറിലേക്ക് വന്നിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഫൈവർ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോകളാണ് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ലെവൽ 1 സെല്ലർ അല്ലെങ്കിൽ ഈ ഓരോ ലെവലും ഫൈവർ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നോക്കാം. ആദ്യം പറയട്ടെ, ഈ ഓരോ സെല്ലർ ലെവൽ നമുക്ക് ഫൈവർ നൽകിയിരിക്കുന്നത് നമ്മളൊരു സെല്ലറായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ബയ്യർ വരുന്ന സമയത്ത്, ഒരു ക്ലയൻറ്റ്. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് സെർച്ച് ചെയ്തിരിക്കുന്നത് വെബ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അപ്പോൾ ഈ വെബ് ഡിസൈനിങ് ആവശ്യമുള്ള ഒരു ക്ലയൻറ്റിന് അവർക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെല്ലർ ലെവലുകൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ക്ലയൻറ്റും വരുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവർ വർക്ക് നൽകാൻ പോകുന്ന ആ ഒരു ഫ്രീലാൻസറെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഫ്രീലാൻസറിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതും അവർ മുൻപ് അവർക്ക് വർക്ക് ലഭിച്ചിട്ടുണ്ടോ, അവർ ഫൈവറിന് ഇതിന് മുൻപും ഏണിങ് ചെയ്തിട്ടുണ്ടോ, മീൻസ് എന്തെങ്കിലും തരത്തിലുള്ള വരുമാനം ഫൈവറിന് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർക്ക് ആളുകൾ വർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സെല്ലർ ലെവലുകൾ ഓരോ സെല്ലറിനും ഫൈവർ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഓരോ ലെവലിലും വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ സെല്ലർ അപ്ഗ്രേഡ് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഫൈവർ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോ ലെവലിലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഫൈവർ തന്നെ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം, ആദ്യം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഗിഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളൊരു ന്യൂ സെല്ലറായിട്ട് മാറുകയാണ് ഫൈവർ. ഓക്കെ, ഈ ന്യൂ സെല്ലർ ആവുന്ന സമയത്ത് നമുക്ക് 7 ആക്റ്റീവ് ഗിഗ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പുതിയൊരു അക്കൗണ്ട് ആണെങ്കിൽ പോലും, ഓക്കെ, ഇതാണ് നമുക്ക് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പുതിയൊരു അക്കൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, 7 ഗിഗുകൾ അതിൽ ക്രിയേറ്റ് ചെയ്യാം. പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫോട്ടോഷോപ്പ് അറിയാം, അതുപോലെ എനിക്ക് അഡോബി പ്രീമിയർ അറിയാം, അതുപോലെ 3ds മാക്സ് അറിയാം, മായ അറിയാം. അപ്പോൾ ഇതെല്ലാം തന്നെ പല മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പല പ്രൊഫഷനിൽ നിന്നുള്ള വർക്കുകളാണ്. അതെല്ലാം തന്നെ ഒന്ന് ഗ്രാഫിക് ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എഡിറ്റിംഗ്, മറ്റേതൊന്ന് 3D മോഡലിംഗ്. അങ്ങനെ ഓരോ കേസ് അല്ലെങ്കിൽ ആ ജോലികളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിനൊക്കെയുള്ള സർവീസുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത അക്കൗണ്ടുകൾ തുടങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കാരണത്താലും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് 7 ഗിഗുകൾ ന്യൂ സെല്ലർക്ക് തന്നെ തുടങ്ങാനുള്ള ഒരു ഫീച്ചർ ഫൈവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് അറിയുന്ന 7 ജോലി നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമുക്ക് ശരിക്കും ഒരു പ്രൊഫൈല് ഒരു കാറ്റഗറി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജോലികൾ അറിയാമെന്നുണ്ടെങ്കിൽ വേറെയും ജോലി, ഇപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതല്ലാതെ മറ്റൊരു ഉദാഹരണത്തിന് ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്കറിയാം, വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഗിഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം 7 ഗിഗ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 14 ദിവസം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റവന്യൂവിൻ്റെ ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഏണിങ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഫൈവറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഫൈവർ നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യും. അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിലുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂവിൻ്റെ കേസിൽ ഇവിടെ പറയുന്ന ഒരു ടേം നിങ്ങൾ നോക്കുക, 14 ദിവസം നമുക്ക്, അതായത് നമ്മുടെ ഫൈവർ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഫൈവർ അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആവുകയുള്ളൂ.
എന്നിട്ട് മാത്രമാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് തന്നെ ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഒരു പുതിയ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു.